വനാദൈനാഹു അയ്യാ ഇബ്രാഹീം, ഓ ഇബ്രാഹീം എന്നൊരു വിളിയാളമാണ്. ഖദ് സദ്ദഖത റുഅയാ, നിന്റെ സ്വപ്നം നീ സത്യപ്പെടുത്തിയിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് മുഹ്സിനീങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. എന്നിട്ട് പറയുന്നു ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അതൊരു വ്യക്തമായ പരീക്ഷണം തന്നെയായിരുന്നു. വഫദൈനാഹു ബിദിബിഹിൻ നദീർ, ആ സമയത്ത് എന്തെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗുരുവിനെ, ഒരു മൃഗത്തെ ബലി നൽകാൻ വേണ്ടി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സമർപ്പണത്തിന്, ആ ഒരു കീഴൊതുങ്ങലിന് അല്ലാഹു റബ്ബുൽ ആലമീൻ കൊടുത്ത ഒരു മറുപടി മാത്രമല്ല, നാം പരലോകത്ത് ഒന്നിച്ച പ്രതിഫലം അല്ലാഹു റബ്ബുൽ ആലമീൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇനിയോ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ നമുക്കുള്ള മാതൃക, അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വഇബ്രാഹിമല്ലദീ വഫാ, ഇബ്രാഹിം കടമകൾ നിർവഹിച്ചവനാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, വഇബ്രാഹിമല്ലദീ വഫാ, ഇബ്രാഹിം കടമകൾ നിർവഹിച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നിർവഹിച്ച ഏറ്റവും വലിയ കടമ, ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്തായിരുന്നു? തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയ തന്റെ ജനങ്ങളെ തൗഹീദിലേക്ക് തന്നെ കൊണ്ടുവരലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഏൽപ്പിച്ച ഒന്നാമത്തെ ഉത്തരവാദിത്വം. ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ദഅവത്തിന്റെ, അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ തുടക്കം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ അവസ്ഥ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ചില മഹാന്മാരുടെ ബിംബങ്ങൾ ഉണ്ടാക്കുകയും ആ ബിംബങ്ങളെ തന്നെ വിൽപ്പന നടത്തുകയും ആ ബിംബങ്ങളോട് തന്നെ സങ്കടങ്ങൾ പറയുന്ന പിതാവിന്റെ മുമ്പിൽ പോയിട്ട് ഒന്നാമത്തെ ദഅവത്ത് നടത്തുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വളരെ സ്നേഹത്തോടുകൂടി പിതാവിനോട് പറയുന്നു, യാ അബതി, എന്റെ പൊന്നു പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത, ഒന്നിനും പറ്റാത്ത ഒരു വസ്തുവിനെയാണോ ബാപ്പാ താങ്കൾ ആരാധിക്കുന്നത്? മാത്രമല്ല അദ്ദേഹം നിർത്തിയില്ല, യാ അബതി, എന്റെ പൊന്നുപിതാവേ, ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതി, താങ്കളിലേക്ക് എത്താത്ത ചില അറിവുകളൊക്കെ എനിക്കെത്തിയിട്ടുണ്ട് പിതാവേ. ഫത്തബിഇനി, അതുകൊണ്ട് എന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. അഹ്ദിക സിറാതൻ സവിയ്യാ, ഞാൻ നിങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരാം പിതാവേ. നിർത്തിയില്ല പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയുകയാണ്, യാ അബതി, എന്റെ പൊന്നു പിതാവേ, ലാ തഅബുദി ശൈത്താൻ, പിശാചുക്കളെ താങ്കൾ ആരാധിക്കരുത്. ബിംബങ്ങളെ ആരാധിക്കുന്നത് പിശാചിനെ ആരാധിക്കുന്നതിന് സമമാണ്. ആര് വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ പ്രിയപ്പെട്ടവരെ, അത് പിശാചിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ആ പൊന്നുപിതാവിനോട് പറയുന്നത്, ലാ തഅബുദി ശൈത്താൻ, ശൈത്താനിനെ താങ്കൾ ആരാധിക്കരുതേ പിതാവേ. നിർത്തിയില്ല പ്രിയപ്പെട്ടവരെ, യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ, ഈ രൂപത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ അല്ലാഹുവിൽ നിന്ന്, റഹ്മാനായ റബ്ബിൽ നിന്ന് വലിയ ഒരു ശിക്ഷ നിങ്ങളെ ബാധിക്കുമെന്ന് ഞാനിതാ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മാറണം പിതാവേ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തെ എറിഞ്ഞാട്ടുകയില്ലേ ആ പിതാവ് ചെയ്തത് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല അദ്ദേഹത്തിന്റെ കൗമിനോടും അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് പിതാവിനോടും അദ്ദേഹത്തിന്റെ സ്വന്തം സമൂഹത്തോടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇതിനൊക്കെ ആരാധിക്കുന്നത്? എന്താണ് നിങ്ങൾ ആരാധിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ബിംബങ്ങളെയാണ്
ചോദിക്കുകയും ചെയ്യുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുക്കുന്നുണ്ട്, ഹൽ യസ്മഊനകും ഇദ് തുദ്ഊൻ ഇദ് തദ്ഊൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അത് കേൾക്കുന്നുണ്ടോ? അത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അതൊക്കെ കേൾക്കുന്നുണ്ടോ? ഔ യൻഫഊകും ഔ യദുറൂൻ. അതല്ല നിങ്ങൾക്ക് വല്ല ഉപകാരമോ ഉപദ്രവമോ അത് ചെയ്യുന്നുണ്ടോ? വല്ല ഉപദ്രവമോ ഉപകാരമോ അത് ചെയ്യുന്നുണ്ടോ? ആ സമയത്ത് ഖാലൂ, അവര് പറഞ്ഞു, ബൽ വജദ്നാ ആബാഅനാ, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്നാണ്. കദാലിക യഫ്അലൂൻ, അപ്രകാരം ഞങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ചില ആളുകൾ ചില ഖബറുകൾ തെരഞ്ഞു പോകുന്നു, അതേപോലെ തന്നെ ബദരീങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരും പറയുന്നു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കാക്കക്കാരന്മാർ ഇങ്ങനെയാണ് ചെയ്തത്, ഞങ്ങൾ ചെറുപ്പത്തിലേ ഞങ്ങൾ കണ്ടത് അങ്ങനെയാണ്. അത് തന്നെയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയ മറുപടി. അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, കളഞ്ഞ തൗഹീദിന്റെ വാഹകനായിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു നാട്ടിൽ എല്ലാവരും ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും എല്ലാവരും എതിര് നിന്നപ്പോഴും ആ നാട്ടിലെ രാജാവിന്റെ നേതൃത്വത്തിൽ തീക്കുണ്ടാരം ഒരുക്കിയപ്പോഴും ഒരു കാവലാൾ പട്ടാളത്തെ പോലെ തൗഹീദിൽ ഉറച്ചു നിന്ന അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു സർട്ടിഫിക്കറ്റ്. അതെന്താണ് പ്രിയപ്പെട്ടവരെ? ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫാ. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത് ആരാ പ്രിയപ്പെട്ടവരെ? അദ്ദേഹത്തിന്റെ 2 ഭാര്യമാർ, 2 മക്കൾ. വേറെ മുഴുവനും ആളുകൾ മുഴുവനും പേച്ചുപോയി. എന്നിട്ട് പോലും അദ്ദേഹത്തെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹുവിന് കീഴൊതുങ്ങുന്ന, ഒരിക്കലും വ്യതിചലിക്കാതെ കീഴൊതുങ്ങുന്ന ഒരു ഉമ്മത്തായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയായി പറഞ്ഞത് എന്താണ്? വലം യകു മിനൽ മുശ്രികീൻ. അദ്ദേഹം ഒരു മുശ്രിക്കായിരുന്നില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്തവരിൽ പരമേൽപ്പിക്കുന്ന, അങ്ങനെ അതേപോലെ തന്നെ അല്ലാഹു അല്ലാത്തവരിൽ സത്യം ചെയ്യുന്ന രൂപത്തിലുള്ള, അല്ലാഹുവിന് കൊടുക്കേണ്ടതൊക്കെ ചില ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നില്ല. ഏതൊരു സമയത്തും വലം യകു മിനൽ മുശ്രികീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. എന്നിട്ട് നമ്മളോടും റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫാ. ഋജുമനസ്കനായ, ഒരിക്കലും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗത്തെ നിങ്ങൾ പിന്തുടരണേ. വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം എന്ന് പറയുന്നത്. ഈ ബലിപെരുന്നാൾ സുദിനത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും കുടുംബത്തിന്റെയും ചരിത്രം ഓർമ്മിപ്പിക്കാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിർവാഹമില്ല. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് ആ കുടുംബത്തിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 60-ാം അധ്യായം സൂറത്തുൽ മുംതഹനയിലെ 6-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ബലിപെരുന്നാൾ ഏറ്റവും വലിയ മാനവിക ഐക്യത്തിന്റെ സന്ദേശം കൂടിയാണ്. അതിന്റെ വലിയ ഉദാഹരണമാണ് ഹജ്ജ്. അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒരു സ്ഥാനവുമില്ല. അറബിയെന്നോ അനറബിയെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ എന്നൊന്ന് അവിടെയില്ല. പിന്നെ എന്താണ് അവിടെയുള്ള സ്ഥാനം എന്ന് പറയുന്നത്? തഖ്വയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സമയത്ത് അറഫ പ്രസംഗത്തിൽ
ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ അറഫയുടെ പ്രസംഗത്തിൽ സാലിഹ് ബിൻ അബ്ദുല്ല അൽ ഹുമൈനി എന്ന് പറയുന്ന ആ വ്യക്തി ഊന്നിക്കൊണ്ട് തുടക്കം തന്നെ പറയുന്നത് എന്താണ്? തഖ്വ നിങ്ങൾ പാലിച്ചുകൊണ്ട് സൂക്ഷിച്ച് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചോളൂ, എന്നാൽ മാത്രമേ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. വെച്ചാല് കറുത്തവനെന്നോ വെളുത്തവനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും വ്യത്യാസമില്ല. തഖ്വയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം ഹജ്ജിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ ഒരു ഇമാമിന് കീഴിൽ ഒരേ ഒരു കർമ്മം, അതാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജ്, അല്ലെ? ഇസ്ലാം അതാണ്. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ-ഇസ്ലാമ ദീന. ഇന്ന് നാം നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കും അൽ-ഇസ്ലാമ ദീന, ഇസ്ലാം സുന്ദരമായ ദീനിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിലേക്കൊന്നും ദീനായിട്ട് കടത്തിക്കൂട്ടാൻ നമുക്ക് അധികാരമില്ല. അതേപോലെ തന്നെ അതിൽ നിന്നൊന്നും എടുക്കാൻ നമുക്ക് അധികാരമില്ല. അതിനെ വല്ലവരും മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിതാ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിട്ടേച്ചു പോവുകയാണ്. അത് വല്ലവരും മുറുകെ പിടിച്ച് ജീവിക്കുകയാണ് എങ്കിൽ അവർ ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. അതെന്താണ്? കിതാബല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. വസുന്നത നബിയിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് മുറിഞ്ഞുപോയ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണം. പെരുന്നാളിന്റെ സുദിനങ്ങൾ വരുന്ന സമയത്ത് സഹാബിമാർ പരസ്പരം ഇങ്ങനെ ആശംസകൾ കൈമാറും. എന്നിങ്ങനെ പറഞ്ഞ് അവരെ എല്ലാവരിലേക്കും അതേപോലെ തന്നെ കുടുംബങ്ങളിലേക്കും ഒക്കെ അവരിങ്ങനെ ചേർന്നുകൊണ്ടിരിക്കും. ആ ഒരു രൂപം നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ്ഗാഹിലേക്ക് വരുന്ന സമയത്ത് ഒരു വഴിയിലൂടെയാണെങ്കിൽ പോകുന്നത് മറ്റൊരു വഴിയിലൂടെയായിരിക്കും. അതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പരിചയക്കാരെ, നമ്മുടെ കൂട്ടുകാരെ ഒക്കെ കണ്ട് അവരുടെ വർത്തമാനങ്ങൾ അന്വേഷിച്ചൊക്കെ നമ്മൾ മുന്നോട്ട് പോകുക. അതിന് ഒരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെ അയൽപക്ക ബന്ധങ്ങൾ സുദൃഢമാക്കണം. ഈ ഒരു പ്രത്യേകമായ ആഘോഷ ദിനത്തിൽ അവിടെയൊക്കെ പോയി അവിടെ എന്താണ് അവർക്ക് ഭക്ഷണം ഉണ്ടോ, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ളത് പിന്നെ ബന്ധങ്ങൾ പ്രിയപ്പെട്ടവരെ അയൽപ്പക്കാരുമായിട്ട് നമുക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ മാതാപിതാക്കളെ പരിഗണിക്കണം. അവർ നമ്മുടെ സ്വർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ അനാഥരോടും വിധവകളോടും പാവങ്ങളോടും അനുകമ്പയുള്ളവരായി നമ്മൾ മാറുക. അതേപോലെ ഭർത്താക്കന്മാർ തങ്ങളുടെ കീഴിലുള്ള ഭാര്യമാരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രസംഗം തന്നെ ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചുകൊണ്ട് പറയാണ് ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളുടെ ഭാര്യമാരോട് പെരുമാറണേ എന്ന് ഞാൻ വസിയത്ത് നൽകുന്നു നിങ്ങൾക്ക്. അതേപോലെ തന്നെ ഭാര്യമാർ ഹാജർ ബീവിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക. ഭർത്താവിനെ സഹായിച്ചു മക്കൾക്ക് മാതൃകയായി ജീവിക്കുക. വീട്ടിൽ നന്മകൾ നടപ്പിൽ വരുത്തുക. അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് പരിപൂർണമായിട്ട് മാറി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, അതൊന്നും നമുക്ക് സമാധാനവും ആശ്വാസവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. അതേപോലെ തന്നെ തക്ബീർ ധ്വനികൾ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുക. അയ്യാമത്തെ ശരീരത്തിന്റെ അസർ വരെ 13, 14, 15 വരെ നമുക്ക് തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടിരിക്കാം പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ടുണ്ട്. അതേപോലെ തന്നെ ദുആകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ സന്തോഷവേളയിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കുകയും നന്മകളിൽ മുന്നേറുകയും നന്മക്ക് നേതൃത്വം നൽകുന്നവരായി ഏതൊരു സമയത്തും ആ ഒരു രൂപത്തിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന നല്ലവരായി നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും വന്നുപോയ മുഴുവൻ
തെറ്റുകുറ്റങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക്